السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അന്ത്യനാളെടുക്കുമ്പോൾ ലോകത്ത് സംഭവിക്കുന്ന ധാരാളം വിഷയങ്ങളെ സംബന്ധിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ മുൻകൂട്ടി അവിടുന്ന് പ്രവചനം നടത്തിയതായി കാണാൻ സാധിക്കും. അവ ഓരോന്നോരോന്ന് നാം നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് അതുകൊണ്ട് അഹങ്കാര സംസാരങ്ങൾ സംസാരിക്കും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ വലിയ വലിയ ലക്ഷങ്ങളും കോടികൾ വില വരുന്ന പള്ളികൾ നിർമ്മിക്കുന്നു. പള്ളികൾ ആവശ്യത്തിന് വേണ്ടത് തന്നെയാണ്. അതിനെ ഭംഗിയാക്കേണ്ടതും അതിനെ വേണ്ട രൂപത്തിൽ വൃത്തിയോടെ കൊണ്ടു നടക്കേണ്ടതും ഓരോ മുഅ്മിനായ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നാം അഹങ്കരിക്കാൻ പാടില്ല. എൻ്റെ നാട്ടിലെ ഞങ്ങളുണ്ടാക്കിയ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി, അതിലാണ് ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ളത്, അതിലെ കൊത്തുപടികൾ മറ്റേതിനേക്കാളും മികച്ചു നിൽക്കുന്നതാണ്, അതിലെ മുസല്ലയുടെ വില ഇത്രയാണ്, അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ വിദേശ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പലരും വലിയ അഹങ്കാരം പറയാറുണ്ട്. അതൊരിക്കലും പാടില്ല. ആ രൂപത്തിൽ സംസാരിക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത്തരമൊരവസ്ഥ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഇവിടെ ലോകത്ത് സംജാതമാകുമെന്നാണ്. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, ലാ തഖൂമുസ്സാഅ, ഇവിടെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദ്, പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് അതുകൊണ്ട് പൊലിമ പറയുക, അതുകൊണ്ട് അഹങ്കാരം പറയുക, അതുകൊണ്ട് റിയാ പ്രകടിപ്പിക്കുന്ന ഒരു കാലം ഇവിടെ സംജാതമാകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും. പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുന്നോടിയായി ജനങ്ങൾ അവരവരുടെ നാടുകളിൽ വലിയ വലിയ പള്ളികൾ നിർമ്മിക്കും. എന്നിട്ടോ അതിന് വേണ്ട രൂപത്തിൽ പരിപാലിക്കാതെ അതിന് പരിപാലിക്കാവുന്ന ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പള്ളി നിർമ്മിക്കാനോ അതിന് മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ധാരാളം സമ്പത്ത് ചെലവഴിക്കാനും മറ്റുമൊക്കെ പലരും തയ്യാറാകും. പക്ഷേ അതിനെ കൊണ്ടു നടക്കുക, അഥവാ കൃത്യമായ പള്ളികൾ ജമാഅത്ത് അനുസ്കരിക്കാൻ, അവിടെ നടക്കുന്ന ആത്മീയ സദസ്സുകൾ പങ്കെടുക്കാൻ, അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ ഇത്തികാഫിരിക്കാൻ, അവിടെ നിന്ന് ഖുർആൻ ഓതാൻ, അവിടെ ദർസ് നടത്താൻ, ആ ദർസ് കേൾക്കാൻ പഠിക്കാൻ, ഇതിനൊക്കെ ആളുകൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥ വന്നു പോകും എന്നാണ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ നാടുകൾ കോടികൾ ചെലവഴിച്ച് വലിയ വലിയ അലങ്കാരത്തോടുകൂടെ പള്ളികൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ജമാഅത്തുകൾക്ക് ആളുകൾ കുറവാണ്. അവിടെ ജുമാ നിസ്കാരത്തിനും ആളുകൾ കുറവാണ്. അവിടെ നടക്കുന്ന ആത്മീയ സദസ്സുകൾ, അവിടെ ഇത്തികാഫിരിക്കാൻ, അവിടെ ആ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഖുർആൻ ഓതാൻ, ആ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഇൽമിൻ്റെ സദസ്സുകൾ ദർസുകൾ പങ്കെടുക്കാൻ ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയെ നമ്മുടെയൊക്കെ നാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലേക്കൂട്ടി നമ്മോട് ഓർമ്മപ്പെടുത്തിയതെങ്കിൽ ഇത്തരമൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവാതെ പള്ളികൾ അതിനെ പരിപാലിക്കേണ്ടുന്ന രൂപത്തിൽ പരിപാലിച്ച് അവിടെ കൃത്യമായി ജമാഅത്തുകളിലും ആത്മീയ സദസ്സുകളൊക്കെ നടത്തി അങ്ങനെ ആ ഒരു ആത്മീയമായ ഒരു ചൈതന്യം നമ്മുടെയൊക്കെ നാടുകളിലെ പള്ളികളിൽ എന്നും ഉയർന്നു നിൽക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.